ഭാവിയിൽ നിങ്ങൾക്ക് എന്തായിട്ട് മാറണം എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം. ഈ ഒരു ചോദ്യം എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും. സോ ഈ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഇതൊന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ, ഭാവിയിൽ നിങ്ങൾക്ക് എന്തായിട്ട് മാറണം എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം. സോ ഇങ്ങനെ സ്വപ്നം കാണുക എന്ന് പറയുന്ന ആരെ കൊണ്ടും പറ്റുന്ന പരിപാടിയാണ്. പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ, ഇത്തരം കരിയറുകൾ അല്ലെങ്കിൽ ഇത്തരം ജോലികൾ, ഇത്തരം എന്താ പറയുക, ഇത്തരം ഫീൽഡുകളിലേക്കൊക്കെ പോകാൻ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ ഏതാണ്, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത്തരം കോളേജുകളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം യൂണിവേഴ്സിറ്റികളിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ ഏത് എൻട്രൻസ് എക്സാം ആണ് നമ്മൾ എഴുതേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അറ്റ്ലീസ്റ്റ് ചിലരൊക്കെ ഒരുപാട് സ്വപ്നമൊന്നും കാണാതെ ഒരു ഒഴുക്കിന് അങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷെ ഇത് കാണുമ്പോഴായിരിക്കും അത് ചിലപ്പോൾ എൻ്റെ ഫീൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ അതിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഒരു ഭാവി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നുള്ളത് ആലോചിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ ഈ വീഡിയോ എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെയും മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കുക. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളിത് ഡിസ്കസ് ചെയ്ത് പോകും. ഈ ഒരു വീഡിയോ കൊണ്ട് വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഏതൊരു ഫീൽഡിനെ കുറിച്ചിട്ടോ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം. അതിനെക്കുറിച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഒന്നാമതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ്. നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയർ ആയിട്ട് മാറണം, അല്ലെങ്കിൽ ടെക്നോളജിയാണ് നിങ്ങളെ എപ്പോഴും ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലേ, ഇന്ത്യയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അത് IITs ആയിരിക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഒരുപാട് IIT കളുണ്ട്. അതിൽ തന്നെ ഒരു 7-8 IIT കൾ എന്ന് പറയുന്നത് പ്രൈം IIT കളാണ്. അതിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് എല്ലാ IITs എന്ന് പറയുന്നത് അതൊരു ലോകമാണ്. എന്ന് പറഞ്ഞാൽ ഒരു 400-500 ഏക്കറുകളിൽ വരുന്ന വലിയൊരു ലോകമാണ് ശരിക്കും പറഞ്ഞാൽ IITs എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളെ ജീവിതകാലം മൊത്തം ഇൻസ്പയർ ചെയ്യിക്കാൻ മാത്രമുള്ള സംഭവങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കമ്പനീസിന്റെ CEO-മാര് തുടങ്ങി അതിന്റെ CTO, CEO, അതിന്റെ വലിയ വലിയ തലപ്പത്തി ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഇതുപോലെ IITs എന്ന് അറിയുന്നതാണ്. ഇപ്പൊ ഗൂഗിളിന്റെ CEO നോക്കുകയാണെങ്കിൽ സുന്ദർ പിച്ചായ്, അദ്ദേഹം ഒരു IIT ഗ്രാജുവേറ്റ് ആണ്, IIT-യിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരാളാണ്. സോ IITs ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ IITs പുറത്തിറങ്ങുന്ന ആളുകൾ ഉണ്ടാക്കുന്ന പൈസ എന്ന് പറഞ്ഞാലും അവർ സാമ്പത്തികമായിട്ട് എത്രത്തോളം അടിപൊളിയാണെന്നുള്ളതും വലിയൊരു ഫാക്ടറാണ്. ഇപ്പോൾ ഓൺ ആൻ ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 1.7 to 2.3 lakhs ആണ് മന്ത്ലി ആവറേജ് എന്ന് പറയുന്നത്. ആവറേജ് സാലറിയാണ് ഇവിടെ പറയുന്നത്. അത് അപ് ടു 2 crores വരെ പോയിട്ടുണ്ട്. ആനുവൽ ഇൻകം ആട്ടോ. വർഷത്തിൽ 2 കോടി വരെ സാലറി ആയിട്ട് വാങ്ങുന്ന ആൾക്കാർ, അതായത് അവർക്ക് ആദ്യത്തെ ജോലിയിലുള്ള ശമ്പളമാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പൊ അത് എത്രത്തോളം അടിപൊളിയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. സോ JEE അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ ഒരു IIT-യിലൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ, IIT ലെവലിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ട എക്സാം എന്ന് പറയുന്നത് JEE മെയിൻസ് കഴിഞ്ഞിട്ട് JEE അഡ്വാൻസ്ഡ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നിങ്ങൾ മെഡിസിൻ രംഗത്താണ് നിങ്ങളുടെ ഒരു താല്പര്യമുള്ളത്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആണ് നിങ്ങളുടെ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, ഒരു തർക്കവുമില്ല, അത് എയിംസ് ആയിരിക്കും. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണ രൂപം. എന്നുള്ള തെറ്റൊന്നും വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സോ എയിംസ് ആണ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ IIT-കൾ പോലെ തന്നെ എയിംസും നമുക്ക് ഒന്നിലധികം എയിംസുകൾ ഉണ്ട്. അപ്പൊ എയിംസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒട്ടനവധി പേര് എഴുതുന്ന വലിയൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ് നീറ്റ് എന്ന് പറയുന്നത്. നീറ്റിനായിരിക്കണം നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ മെഡിക്കൽ സയൻസോ അല്ലെങ്കിൽ പിന്നെ ടെക്നോളജിയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഒന്നുമല്ല നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ബിസിനസ് ആണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്റ്റഡീസിലാണ് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് IIM-കളാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആണ്. ഇവിടെ നിന്ന് നിങ്ങൾ പഠിച്ചിറങ്ങുന്ന ഒരാളെന്ന് പറഞ്ഞാൽ IIM ABC എന്നാ പറയാ. അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ട. ഇപ്പൊ അത് കോഴിക്കോടും ആയിട്ടുണ്ട്. IIM കാലിക്കറ്റും ഈക്വലി ഒരു വലിയ പ്രോമിനന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇവിടുന്ന് നിങ്ങൾ പഠിച്ചിറങ്ങാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ അത്രയും സെക്യൂർഡ് ആണ്. നിങ്ങൾ ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണെന്ന് തന്നെ ഇവിടെ പറയാം. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ആനുവൽ സാലറിയോ അല്ലെങ്കിൽ മന്ത്ലി സാലറിയോ ഡിസ്കസ് ചെയ്യുന്നതിൽ കാര്യമില്ല. അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്താണ് റിയാലിറ്റി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. CAT എക്സാം ആണ്. CAT ആണ് ഇങ്ങോട്ടേക്കുള്ള എൻട്രൻസ് എക്സാമിന്റെ പേര് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ കൊമേഴ്സ് ഫീൽഡിലോ ഫൈനാൻസ് ഫീൽഡിലോ ഒക്കെയാണ് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി ആയിരിക്കും. DU എന്നുള്ളത് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നതാണ്. ലേഡി ശ്രീരാം കോളേജ്
കോളേജ് അല്ലെങ്കിൽ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കും, ഒരു ബെസ്റ്റ് കോളേജ് ആയിരിക്കും. CUET ആണ്, CUET, ഇത് നിങ്ങൾ കേട്ടതായിരിക്കും ഈ പേര്. CUET ആണ് അങ്ങോട്ടേക്കുള്ള ആ ഒരു എൻട്രൻസ് എക്സാമിന്റെ പേരായിട്ട് വരുന്നത്. ഇനി നമ്മൾ പുതിയതായിട്ടുള്ള ഒരുപാട് ഫീൽഡുകൾ ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. ഇപ്പൊ AI വലിയൊരു പ്രോമിനന്റ് ഫീൽഡാണ്. ഇപ്പൊ AI കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഒരു സമീപ വർഷങ്ങളിൽ തന്നെ ഒരു റീസെന്റ് ടൈംസിൽ നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒക്കെ വരുന്നത് കാണാം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അങ്ങനെ ഒരുപാട് ടെക്നോളജി ഇന്നോവേഷൻ വരാനുണ്ട്. അതുപോലെ ഒരു സാധനമാണ് ഡേറ്റ സയൻസും ഡേറ്റ അനലിറ്റിക്സ് എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് IISc ബാംഗ്ലൂർ ആണ്. IISc ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഒരു കോളേജാണ്. ശരിക്കും പറഞ്ഞാൽ MIT എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ നമ്പർ 1 എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ടെക്നോളജിയുടെ കേസിൽ. US-ലാണ് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇന്ത്യയുടെ MIT എന്ന് വിശേഷിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് IISc എന്ന് പറയുന്നത്. സോ IISc ബാംഗ്ലൂർ ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അങ്ങോട്ടേക്ക് ഇതുപോലെ തന്നെ JEE മെയിൻസും JEE അഡ്വാൻസ്ഡും ആണ് അങ്ങോട്ടേക്കുള്ള എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നിങ്ങൾ ഇനി സൈബർ സെക്യൂരിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കമ്പാരിറ്റീവ്ലി പുതിയ കാര്യങ്ങളാണ്. ഇത്തരം പുതിയ ടെക്നോളജിയിൽ പുതിയ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് IIT ബോംബെ ആയിരിക്കും. IIT ബോംബെ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് 100 യൂണിവേഴ്സിറ്റികളിൽ ഒന്നായിട്ട് വരുന്നതാണ് IIT ബോംബെ എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ലോ ആയിരിക്കും. നിയമം പഠിക്കാനാണ് അല്ലെങ്കിൽ ഒരു വക്കീലാവണം എന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് NLSIU ബാംഗ്ലൂർ ആണ്. ബാംഗ്ലൂരും അതല്ലാതെ 1-2 കൂടി ഉണ്ട്, പക്ഷെ ബാംഗ്ലൂരാണ് ഏറ്റവും നല്ല ക്യാമ്പസ് വരുന്നത്. നാഷണൽ ലോ സ്റ്റഡീസ് ഓഫ് എന്താണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, അങ്ങനെ എന്തോ ആയിരുന്നു ഇതിന്റെ കംപ്ലീറ്റ് വരുന്നത്, എന്താണെന്നുള്ളത് കറക്റ്റ് ഞാൻ പറഞ്ഞു. നാഷണൽ ലോ സ്റ്റഡീസ് ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, അങ്ങനെയായിരുന്നു അതിന്റെ ഒരു പൂർണ്ണ രൂപമായിട്ട് വരുന്നത്. ഇങ്ങോട്ടേക്ക് ക്ലാറ്റ് എക്സാം ആണ് നിങ്ങൾ എഴുതേണ്ടത്. ക്ലാറ്റ് എക്സാം ആണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് എഴുതേണ്ടത്. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ എനിക്ക് പേഴ്സണലി വൗച്ച് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് പേഴ്സണലി ഉറപ്പ് തരാൻ പറ്റുന്ന ഒരു കോളേജിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ കുറച്ച് ക്രിയേറ്റീവ് ആയ ആളുകളാണ്, നിങ്ങൾക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി, നിങ്ങൾക്ക് അത്യാവശ്യം വരക്കും, നിങ്ങൾ ഡിസൈൻ ചെയ്യും, നിങ്ങൾക്ക് കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് സ്കില്ലുകളൊക്കെ ഉണ്ട്, നിങ്ങൾ വെബ് ഡിസൈൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഡിസൈൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർട്ട് ഭയങ്കര താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരേ ഒരു യൂണിവേഴ്സിറ്റി അത് ഇന്ത്യയിലുള്ളൂ, അത് NID ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. ഇതും ഞാൻ നേരത്തെ IIT പറഞ്ഞ പോലെ തന്നെ വേറെ ഒരു ലോകമാണ്. കുറേ ക്രിയേറ്റീവ് ആയ ആളുകളും കുറേ ഇൻസ്പയറിംഗ് ആയ ആളുകളും കുറേ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറേ പുതിയ കാര്യങ്ങളുള്ള ഒരു വേറെ തന്നെ ഒരു ലോകമാണ് NID എന്ന് പറയുന്നത്. സോ NIDക്ക് 3 ക്യാമ്പസ് ഉണ്ട്, അഹമ്മദാബാദും ഗാന്ധിനഗറും ബാംഗ്ലൂരും. ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദ് ക്യാമ്പസ് ആണ്. ഇവിടെ നമ്മുടെ സ്ട്രീമിനനുസരിച്ചായിരിക്കും നമ്മുടെ ആനുവൽ സാലറി എന്നൊക്കെ പറയുന്നത്. ഈ LPA എന്ന് വെച്ചാൽ ലാക്സ് പെർ ആനം എന്നാണ്, അതായത് ഒരു വർഷത്തിൽ നിങ്ങൾക്ക് എത്ര പൈസ കിട്ടുന്നു. ഏകദേശം ഒരു ആവറേജ് പറയുകയാണെങ്കിൽ 36 lakhs വരെയൊക്കെ ആളുകൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് ഡിസൈൻ ഫീൽഡിൽ. സോ NID DAT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാം ആണ് നിങ്ങൾ അതിലേക്ക് എഴുതേണ്ടത്. ഇനി നിങ്ങൾക്ക് ആർക്കിടെക്ചർ ആണ് താല്പര്യം, അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ലെവലിലേക്കൊക്കെയാണ് നിങ്ങൾ ഒരു അർബൻ പ്ലാനിങ് ഒക്കെ, ഒരു സിറ്റി തന്നെ ഡിസൈൻ ചെയ്യുക, അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ SPA ഡൽഹി എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നാറ്റ ഓർ JEE മെയിൻസിന്റെ പേപ്പർ 2 ആണ് നിങ്ങൾ അങ്ങോട്ടേക്ക് എഴുതേണ്ട എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ കുറച്ചും കൂടെ ഒക്കെ ഒരു ഭാവിയെ കുറിച്ചിട്ട് കൺസേൺഡ് ആവുന്ന ആളുകളാണ്. ഭാവിയിൽ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി എന്തായിരിക്കും, നമ്മുടെ അഗ്രികൾച്ചർ എന്തായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന, ഭയങ്കര കുറച്ചുകൂടെ ഒരു എൻവയൺമെന്റൽ കോസിനെ കുറിച്ചുകൂടെ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ, അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് ടെക്നോളജിയെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കുന്ന ആളുകളാണെങ്കിൽ ICAR ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ICAR ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് ന്യൂഡൽഹിയിലാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് മെയിനായിട്ട് ഒരു ഗവൺമെന്റ് റൺ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ്. ഇവിടേക്കുള്ള എക്സാമിന്റെ പേരാണ് ICAR AIEEA എന്നുള്ളതാണ് എക്സാമിന്റെ പേര്. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും മാത്രമല്ല നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ സ്വപ്നം കാണുന്നതിന് ഒരു ലിമിറ്റും ഇല്ല. നിങ്ങൾക്ക് ഒരുപാട് ഇതിലധികം കാര്യങ്ങളെ കുറിച്ചിട്ട് എന്നെക്കാളും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ എനിക്ക് പറഞ്ഞു തന്നാൽ ഞാനത് വിശദമായിട്ട് പഠിച്ചിട്ട് അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇതിൽ ചിലപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചിട്ട് പേര് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ഉണ്ടാവും. ഓ, ഇത് എൻ്റെ ഫീൽഡ് ആണല്ലോ, എനിക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമല്ലോ എന്ന് തോന്നുന്നതാണെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് ബോക്സിൽ താഴെ അറിയിച്ചാലല്ലേ അതിനെ കുറിച്ചിട്ട് വിശദമായ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കൊണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും. അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.